ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും നല്ലൊരു അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. ഇതേ കാർക്കൂന്തലൊക്കെ വളർത്താൻ തുടങ്ങുന്നവർക്ക് ഒരു അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ്. ഉള്ളവർക്കും ഇത് നമുക്ക് നല്ലതാണ്. എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. മറ്റേ മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ എണ്ണയൊക്കെ തൂത്തിട്ട് ഇങ്ങനെ മുടിയുടെ തുമ്പെടുക്കുമ്പോൾ ഉള്ളത് ഇനി ഊരിപ്പോരും. അങ്ങനെ നമ്മൾ വിചാരിക്കോ എന്തൊരു കഷ്ടമാണ്, എല്ലാം ഊരിപ്പോവാണല്ലോ. ഇപ്പം സുപ്പ് മുടി കോതി കഴിഞ്ഞാൽ അങ്ങനെ വരുന്നില്ല കേട്ടോ. അങ്ങനെ മുടി വരുന്നില്ല. എനിക്ക് സമാധാനമായി. ഞാൻ തുടർച്ചയായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. നന്നായിട്ട് മുടി കൊഴിച്ചിൽ നമുക്ക് നന്നായിട്ട് നിൽക്കും. മുടിക്ക് നല്ല കറുപ്പും തോന്നും. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈയും ചെയ്യുന്നുണ്ട്. തന്നെ നമ്മുടെ ഈ ഒരു മുടിയുടെ കറുപ്പ് മാറത്തതേയില്ല, നല്ല ഇതായിട്ട് നിൽക്കും. ഇന്നലത്തെ നമ്മുടെ ടിപ്പ് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഒരു മോൾ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമായി കേട്ടോ. സത്യമായിട്ട് ഇന്നലെ ഒരു 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുടി കഴിയത്. നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം അത് കഴുകി മാറ്റിയാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. കിഡു റിസൾട്ടാണ്. നമുക്ക് ഒരുപാട് മുടിക്ക് ഉള്ളു തോന്നിക്കും കേട്ടോ. എനിക്ക് അതിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ മുടി കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് മുടി കുറവുള്ളവർക്ക് മുടി നന്നായിട്ടത് ഉള്ളതായിട്ട് നമുക്ക് തോന്നും കേട്ടോ, എൻ്റെ ഒരു വിശ്വാസം. ഇന്നലത്തെ നമ്മുടെ ടിപ്പൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് സുഹൃതയെ ഒരു അടിപൊളി കിടക്കാഴ്ച ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. 2 ഐറ്റങ്ങൾ മാത്രം മതി നമുക്കിതിന് കേട്ടോ. നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം. അത് ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസം, ഈ മുടി കൊഴിച്ചിൽ നിന്നത് കേട്ടോ. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അടിമട്ടുണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഞ്ഞതല്ല, അടിമട്ട് നമ്മൾ അടിയിൽ നിന്ന് എടുക്കത്തില്ലേ, നമ്മളിങ്ങനെ ഊറ്റി വെച്ചിട്ട് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഊറ്റി വയ്ക്കും. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്കൊക്കെ അറിയാവും, ചില ആണുങ്ങൾക്കും അറിയാം, പാചകമൊക്കെ അറിയാവുന്നവർക്ക്, അരി വാർക്കുന്നവർക്കൊക്കെ അറിയാം. ഞാനിവിടെ ആദ്യത്തെ അങ്ങ് മാറ്റി വയ്ക്കും. പിന്നെ അവസാനത്തെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ടിപ്പ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത്. ആ അടിമട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അടിമട്ടിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചേർക്കുന്നതെന്ന് അറിയാമോ? നല്ല കട്ട തൈര്. മുടി കറക്കാനും മുടി കൊഴിച്ചിലും നല്ലതാണ്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ചിലർക്ക് ഈ തൈര് നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ നമുക്ക് വെച്ചിരുന്ന തണുപ്പൊന്നും അത്രയില്ല കേട്ടോ. പരീക്ഷിച്ചോളൂ. എന്തായാലും അടിപൊളി റിസൾട്ടാണ് നമുക്ക് തരുന്നത്. എനിക്ക് എന്തായാലും നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഉള്ള കാർക്കൂന്തൽ മൊത്തം പൊഴിഞ്ഞതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാതെയും കാണാതി. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എണ്ണ തേച്ചിങ്ങനെ നമ്മൾ നിൽക്കുമ്പം നമ്മൾ ഇങ്ങനെ മുടിയുടെ തുമ്പ് പിടിക്കുമ്പോൾ ഊരിപ്പോരും. അതിന് നല്ല ഒരു മാറ്റമുണ്ട്. ആവശ്യത്തിന് ഒത്തിരി കഞ്ഞിവെള്ളം വേണ്ട. നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ഡൈയൊക്കെ ചെയ്യത്തില്ലേ, അതുമാതിരി തന്നെ ആ ഒരു പരുവത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളം നമ്മുടെ സ്കാൽപ്പിൽ ഇത് ഇരിക്കണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾ പുരട്ടി നോക്കും. നമുക്ക് നല്ല മുടിക്ക് നല്ല കറുപ്പും കഞ്ഞിവെള്ളം അല്ലാതെ തന്നെ നമുക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, കിടു റിസൾട്ട് കിട്ടുന്നതാണ്. ഇന്ന് നമുക്ക് ഇതാണ് നമ്മുടെ മുടിയിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. മുടി കൊഴിച്ചിൽ എനിക്ക് നന്നായിട്ട് എൻ്റെ ഇവിടുത്തെയൊക്കെ ഇങ്ങനെ കയറി വന്നായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ സത്യം നിങ്ങൾ നോക്കേ, ഈ കയറി വന്ന മുടിയൊക്കെ ഇപ്പം നല്ല വ്യത്യാസത്തിൽ അത് കിളിച്ച് വരുന്നുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ അത്രയും എനിക്കില്ലായിരുന്നു. ഇവിടുത്തെയാണ് മുടി മൊത്തം കൊഴിഞ്ഞു പോയത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് മുടി ചീകുമ്പം തന്നെ അറിയാം ഇവിടെ മുടി കുറവായിരുന്നെന്ന്. ഇപ്പം കിളിർത്ത് വരുന്നു. ഈ ഒരു ടിപ്പാണ് നമ്മളിന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുടിക്ക്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ ഇരിക്കാൻ നോക്കുക കേട്ടോ. മുടിയിൽ എണ്ണ പാടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ സ്കാൽപ്പിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ആദ്യം. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുത്താൽ മതി. മുടി നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറും. ചെയ്ത് നോക്കണേ.
നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ പറയുകയാണ്. നമുക്കിങ്ങനെ ഓരോന്ന് നമ്മൾ പരീക്ഷിച്ച് നമുക്ക് എന്തായാലും ഒരു നല്ല റിസൾട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്കത് ഒരു വിശ്വാസവും, നമുക്കത് ചെയ്യണം, വീണ്ടും ചെയ്യണം, എൻ്റെ മുടി കൊഴിച്ചിൽ മാറി എന്നൊരു ഇത് വരുമ്പോഴാണല്ലോ നമ്മൾ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനും, എന്നെപ്പോലെ മുടി കൊഴിച്ചിലും മുടിയില്ലാത്തവർക്കും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനും നല്ലതാണ് തൈരൊക്കെ. ആദ്യം നമ്മൾ ഒരുപാട് നിങ്ങൾ വെള്ളമാക്കി എടുക്കരുത്, അടിമട്ട് തന്നെ എടുക്കാൻ നോക്കുക. എപ്പോഴും അടിമട്ട് എടുക്കാൻ നോക്കുക. നമ്മളിപ്പോൾ മുടി മുറിക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ഇച്ചിരി കോഴിവാലം പോലെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാനിപ്പം മുറിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ വെട്ടിയ മാസത്തിലൊക്കെ നമ്മുടെ മുടിയുടെ തുമ്പ് ഒന്ന് വെട്ടിക്കൊടുത്താലേ അത് സത്യം പറഞ്ഞാൽ അത് ഒരു നല്ല ഇതായിട്ട് വളർന്നു വരത്തുള്ളൂ. ചിലർ, ഞാനൊക്കെ ആണെങ്കിൽ ഒരു തുമ്പ് പോലും മുറിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് മുടി കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം വരും. ഉള്ള മുടി വെട്ടിക്കളയുന്നതിനോട് നമുക്ക് ഭയങ്കര സങ്കടം വരും. പക്ഷെ എന്നാൽ അത് വരുന്നത് നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് വെട്ടുവാണ് കേട്ടോ. ഇത് വലുതായിട്ട് അങ്ങ് കാർക്കൂന്തൽ വളരും എന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് ഇത്ര മാത്രമേ മുടിയുള്ളൂ താനും. നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ ചെയ്ത് ഇത്രയും മാത്രം മുടിയോ? ഇത്രയും മുടിയേ ഉള്ളൂ കേട്ടോ. ഉള്ളത് ഞാൻ പോക്കാതെയും നരയ്ക്കാതെയും വരുന്ന നരയ്ക്കാതെ ഇരിക്കാൻ ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞു ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. മുടി കൊഴിച്ചിൽ നന്നായിട്ട് നമുക്ക് കുറേ മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇടതൂർന്നങ്ങ് മുടി വളരും എന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്കൊട്ടും മുടിയില്ലാതാണ്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കാണുന്നതാണല്ലോ. അപ്പോഴുള്ളത് നമ്മൾ നരയ്ക്കാതെയും പൊഴിയാതെയും ഒക്കെ സൂക്ഷിക്കുക. അത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തേച്ച് ഒലിച്ചിറങ്ങാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മുടിയിൽ നിന്ന് അങ്ങനെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. തൈരാണേലും നല്ല കട്ട തൈരെടുക്കാൻ നോക്കുക. മുടി ഇങ്ങനെ ഒലിച്ചിറങ്ങാതിരിക്കാൻ നോക്കുക. ബാക്കി ഇതേ നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കഴിവതും ഒരു അരമണിക്കൂർ ഇരിക്കാൻ നോക്കുക കേട്ടോ. നിൽക്കാൻ നോക്കുക നമ്മൾ മുടിയിലിട്ടിട്ട്. അഥവാ പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉച്ചിയിലിടാതെ സൈഡിലൊക്കെ ഇടുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവസാനം എങ്ങണം ഈ ഉച്ചിലിച്ചി ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അറിയത്തില്ല, പലർക്കും പല ഇതല്ലേ, പെട്ടെന്ന് ഈ തണുപ്പൊന്നും പറ്റാത്തവർക്ക് കേട്ടോ. തീർച്ചയായിട്ടും നല്ല ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ അന്നേരം നമുക്ക് ഭയങ്കര സങ്കടം. ഇങ്ങനെ നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ മുടി വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. ഇപ്പോഴങ്ങനെ എനിക്ക് മുടി വരുന്നില്ല കേട്ടോ. മറ്റേ ബാത്റൂമിലുള്ള കാർകൂന്തലും മൊത്തം കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷിക്കുക. എന്തായാലും നല്ല കിടോ റിസൾട്ട് അടുപ്പിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. അടുപ്പിച്ച് ചെയ്യാൻ നോക്കുക. കട്ടിക്കുള്ള കഞ്ഞിവെള്ളവും എടുക്കാൻ നോക്കുക കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. തെളിയല്ല നമ്മൾ കഞ്ഞിവെള്ളം എടുക്കേണ്ടത്. അടിമട്ട് വിരയിലിരിക്കുക കേട്ടോ. ഞാൻ അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. അല്ല, നിങ്ങൾ കാണിച്ചതാണല്ലോ, ഞാൻ കഞ്ഞിവെള്ളം കാണിച്ചിട്ടേ അല്ലേ നമ്മൾ മിക്സ് ചെയ്തത്. അതെ, ഇത് പുരട്ടി നിങ്ങളൊക്കെ മുടിയും വളർത്തി മുടിയൊക്കെ കറുപ്പിച്ചിരിക്കാൻ നോക്കുക എല്ലാവരും കേട്ടോ. ഇപ്പം ഒലിച്ചിറങ്ങുന്നില്ല ഒരു ഇതിൽ നമ്മൾ ചെയ്തെടുക്കുക. മുടിയിലാണെങ്കിലും മുടിയുടെ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ഒരുപാടെന്ന് വെച്ചാൽ വെള്ളമാക്കരുത്. തൈര് നല്ല കട്ട തൈരും ആക്കണം. അത് നമ്മൾ നന്നായിട്ട് വേവിച്ച് പറ്റിച്ചാൽ മതി. എന്തായാലും ഇപ്പം പാലിനകത്ത് വെള്ളം കൂടുതലാണ് പിള്ളേർ, എന്താണെന്ന് എനിക്കറിയത്തില്ല. മഴയായതുകൊണ്ടായിരിക്കാം പാലിലൊക്കെ വെള്ളം കൂടുതൽ കേട്ടോ. അപ്പോൾ ആരോടും പറയണ്ട കേട്ടോ, നമ്മൾ മാത്രമാണ് ഞാൻ ഈ രഹസ്യം. പാലിൽ വെള്ളം കൂടുതലാണെന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ പാൽ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ ഒരാഴ്ച നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. തുടർച്ചയായിട്ട് ഒരു 7 ദിവസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ മാറിയില്ലയോ എന്ന്. ഒത്തിരി ദിവസം ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പക്ഷേ ഇത് രണ്ടും സംഭവം നല്ലതാണ്. മുടിക്കും
നമ്മുടെ മുടി കറക്കാനും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു 7 ദിവസം അടുപ്പിച്ച് നമ്മൾ വലിച്ചെറിയുന്ന കഞ്ഞിവെള്ളമല്ലേ, ഇപ്പം പിന്നെ ഞാൻ വലിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനൊന്നി എൻ്റെ ചെടികൾക്ക് കൊടുക്കും കേട്ടോ. സരസ് പിന്നെ അടിച്ച് മാറ്റുവാണെങ്കിൽ കറിവേപ്പിൻ്റെ മൂട്ടിലൊക്കെ കൊണ്ടൊഴിക്കും. നമ്മളിവിടെ കളയത്തില്ല കേട്ടോ. അപ്പോഴും നിങ്ങളും ഇത് ഒന്ന് ചെയ്ത് നോക്കണം. ഇത് റിസൾട്ടാണ്. ഇത് എൻ്റെ ഇവിടുത്തെ പൊഴിഞ്ഞു പോയ മുടിയൊക്കെ സത്യം എന്തേ നിങ്ങൾ നോക്കുക. ഇവിടുന്ന് ഇഞ്ഞ് കയറി വന്ന മുടിയൊക്കെ ഇപ്പം നന്നായിട്ട് കിളിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കിടു റിസൾട്ടാണ്. കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയെന്ന് ഞാൻ സത്യം പറഞ്ഞല്ലോ. ഇനി കൊണ്ടോ നിങ്ങളുടെ തലയെ തൊട്ട് സത്യം ചെയ്യുക, എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയെന്ന് നിങ്ങളുടെ തലയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ സത്യം ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് റിസൾട്ടാണ്. ഇത് ചെയ്തിട്ട് ഒരു 7 ദിവസമൊക്കെ കഴിഞ്ഞ് സുപ്പുനെ വിളിക്കുമോ? നമ്പരൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. സുപ്പിനെ വിളിച്ച് പറയണം, സുപ്പുയെ എൻ്റെ മുടി കൊഴിച്ചിൽ ചേട്ടന്മാർക്കാണെങ്കിലും ചെയ്യാം കേട്ടോ. കഷൻ്റെ തലയുള്ള ചേട്ടന്മാർക്കൊക്കെ ചെയ്യാം. ദേ ഇവിടെ ഒരാൾ കഷൻ്റെയൊക്കെ ആയിട്ട് വരുന്നു. എന്തായാലും ഞാൻ ഇനി പിടിച്ചിരുത്തി ഞാൻ ചെയ്തു കൊടുക്കും. വേറെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങളെ ചേട്ടന്മാരെയും തലയിലൊക്കെ കഷൻ്റെയൊക്കെ വന്നു തുടങ്ങി. ഒരു പ്രായമാകുമ്പോൾ എന്തായാലും കഷൻ്റെയൊക്കെ വരുമ്പോൾ പിന്നെ ചിലർ പറയാറുണ്ട് ഭാഗ്യ കഷണ്ടി വരുവാണെന്ന് കേട്ടോ. ചുമ്മാ ഒരു പ്രായമാകുമ്പോൾ എന്തായാലും നമുക്കും വരും. ദേ ഇങ്ങനെ കയറി അത് കൂടുതൽ നമ്മൾ മുടി ഇങ്ങനെ പുറകോട്ട്, എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണ്. മുടി പുറകോട്ട് ചീകി ദേ ഇവിടെ വരെ ആയി. എന്തായാലും നെറ്റ് കൂടുതൽ നമുക്ക് കയറി വരും കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ നോക്കണം കേട്ടോ. ചേട്ടന്മാർക്കും ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക്. പക്ഷേ അവരുടെ മുടിയിൽ എങ്ങനെ ഇരിക്കും ഇത്? കഷൻ്റെ ആയവരുടെ മുടി എൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കും. കഷൻ്റെ ആയ മുടിയിൽ ഇത് തങ്ങി ഇരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മോട്ടം ഒന്ന് നിർത്തിയിട്ട് വരട്ടെ ഞാൻ. അപ്പോഴും മുടി കൊഴിച്ചിൽ കൊണ്ട് കഷ്ടപ്പെടുന്ന ചേച്ചിമാരും അനിയത്തിമാരുമെല്ലാം ഇതൊന്ന് പരീക്ഷിച്ചോളൂ. സൂപ്പർ കിടു സംഭവമാണ്. കിടുക്കാച്ചിയാണ്, സുപ്പുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കിടുക്കാച്ചിയാണ്. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് തന്നാലല്ലേ നമുക്ക് വീണ്ടും ഇതുപോലുള്ള കുഞ്ഞു ടിപ്പുകളുമായിട്ടൊക്കെ വരാൻ തോന്നത്തുള്ളൂ. അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും